ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വാർത്തകൾ വിശദമായി. ദൂരസ്ഥലങ്ങളിൽ കൃത്യസമയത്ത് എത്തിച്ചേരാൻ ട്രെയിനിനെ ആശ്രയിച്ചിരുന്നവർ ഇപ്പോൾ ആശങ്കയിലാണ്. പലവിധ കാരണങ്ങൾ പറഞ്ഞ് മണിക്കൂറുകളോളം വൈകിയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ട്രെയിനുകൾ ഓടുന്നത്. 1 മണിക്കൂർ മുതൽ 5-8 മണിക്കൂറുകൾ വരെയാണ് ഇത്തരത്തിൽ ട്രെയിനുകൾ വൈകി ഓടുന്നത്. കാലവർഷം കനത്തതോടെ സംസ്ഥാനത്ത് ട്രെയിനുകളുടെ വൈകിയോട്ടം നിത്യസംഭവമായി. ജനശതാബ്ദി ഉൾപ്പെടെ പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത്. ദൂരസ്ഥലങ്ങളിൽ കൃത്യസമയത്ത് എത്തേണ്ട യാത്രക്കാരാണ് ഇതോടെ ദുരിതത്തിലായത്. റെയിൽപാതകളിൽ പ്രത്യേകിച്ചും മഴക്കാലത്ത് മരങ്ങളും മറ്റും വ്യാപകമായി വീഴുന്ന സാഹചര്യത്തിലാണ് തീവണ്ടി ഗതാഗതം മണിക്കൂറുകളോളം മുടങ്ങുന്നത്. ഇത് ഒഴിവാക്കാൻ ആവശ്യമായ മുന്നൊരുക്കം റെയിൽവേ നടത്താതിരുന്നതാണ് ഇത്തവണ പ്രധാന പ്രശ്നമായത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇക്കാര്യം റെയിൽവേ ഉന്നതരെ അറിയിച്ചിരുന്നുവെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷെവലിയർ സി ചാക്കുണ്ണി പറഞ്ഞു. വളരെ മുമ്പ് തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ റെയിൽവേ മന്ത്രി മുതൽക്ക് പാലക്കാട് ഡിവിഷണൽ മാനേജർ വരെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചതാണ്. അതുണ്ടായ കാരണം അടിക്കടി പാളത്തിൽ വിള്ളൽ കണ്ടു തുടങ്ങി. അതിൻ്റെ കാരണം പണ്ടത്തേക്കാൾ തീവണ്ടികളുടെ വേഗത കൂടി, ഭാരം കൂടി. അതിനനുസരിച്ച് റെയിൽപാളങ്ങൾ ശേഷിയുണ്ടെന്ന സംശയത്തിലാണ് അങ്ങനെ പറഞ്ഞത്. അതനുസരിച്ച് ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പിന്നീട് വന്ദേ ഭാരത് എല്ലാം വന്നപ്പോൾ മറ്റ് ട്രെയിനുകൾ പിടിച്ചിരുന്ന അവസ്ഥ വന്നപ്പോൾ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങും വേണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശീയപാത 66 വിള്ളൽ മൂലം റോഡ് ഗതാഗതം താറുമാറായിരിക്കാം. വർഷക്കാലം ആരംഭിക്കുന്നുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽ പാതയോരങ്ങളിൽ മരങ്ങളും മറ്റും വെട്ടിമാറ്റുകയും നൈറ്റ് പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മഴക്കെടുതി മുന്നറിയിപ്പ് നേരത്തെ ഉണ്ടായിട്ടും റെയിൽ പാതയോരങ്ങളിൽ നിരീക്ഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതിരുന്നതാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കിയതെന്നാണ് റെയിൽവേ യാത്രക്കാരും സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നത്. ദേശീയപാതയിലെ മണ്ണിടിച്ചിൽ മൂലം റോഡ് ഗതാഗതം താറുമാറായ സാഹചര്യത്തിൽ തീവണ്ടി യാത്രക്കാരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ട്രെയിനുകൾ മണിക്കൂറുകളോളം വൈകുന്നത് നിത്യസംഭവമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിലാണ് യാത്രക്കാർ. ACV ന്യൂസ്, കോഴിക്കോട്.